ഒരു എന്താണ് ഒരു അകൽച്ചയും അല്ലെങ്കിൽ ഒരു വിദ്വേഷവും ഭഗവാൻ വച്ചിരിക്കണമെന്ന്. ഈ വളരെ ശ്രദ്ധിക്കണ ഈ പ്രയോഗങ്ങളൊക്കെ. ഭഗവാൻ എന്ന് പറയുന്നത് സമനാണെന്ന് ഒരു അസുരനെ കൊണ്ടുപോലും ശാസ്ത്രം പറയിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ഭഗവാൻ എങ്ങനെ ഇരിക്കണം? സമനായിരിക്കണം. ഒരാളോടും ഭഗവാന്, പ്രത്യേകിച്ച് ഭഗവാൻ ഗീതയിൽ പറയുമ്പോൾ നമേ ദ്വേഷ നമേ പ്രിയ, എനിക്ക് പ്രത്യേകിച്ച് ഒരാളോട് പ്രിയവുമില്ല, പ്രത്യേകിച്ച് ഒരാളോട് ദേഷ്യവുമില്ല. എന്നിട്ട് നമ്മുടെ ഹിന്ദുക്കൾ ജന്തുക്കളല്ലേ? ഭഗവാൻ നമ്മളോട് പ്രിയം കാണിക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ അമ്പലത്തിൽ പോകുന്നത്? ഇനി നിങ്ങൾ ഉത്തരം പറയില്ല. ഇതൊക്കെ നിങ്ങൾ തന്നെയാണ് പറയുന്നത്. ഭഗവാനോട് ഒരാൾ പ്രിയവുമില്ല, ഭഗവാൻ ഒരാളോട് ദേഷ്യവുമില്ല. ആളുകൾ രണ്ട് രീതിയിലാണ് അമ്പലത്തിൽ പോകുന്നത്. ഒന്ന്, ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ എനിക്ക് നടത്തി തരുന്നെന്ന് പറയുമ്പോൾ നിങ്ങൾ ഭഗവാനോട് എന്താ പറയുന്നത്? മറ്റുള്ളവരോട് പ്രിയം കാണിച്ചില്ലെങ്കിലും 100 രൂപ കാണിച്ചു കൊടുത്തു ഭഗവാന്, കൂടുതൽ പ്രിയം കാണിക്കണമെന്ന്. വേറെ ചിലർ പറയുന്നത് എന്താ അറിയാം? ഭഗവാനോട് അവനെ ശരിയാക്കണമെന്ന്. നാളികേരം ഉടച്ചു. എന്നാൽ ഭഗവാൻ ഒരാളോട് ദേഷ്യവുമില്ല, ഭഗവാൻ ഒരാളോട് പ്രിയവുമില്ല. സമാനനാണ്, എല്ലാവരിലും ഒരുപോലെയാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എന്താ പിന്നെ പ്രാർത്ഥിക്കുക? നോക്കൂ, ഭഗവാൻ എല്ലാവരോടും ഒരുപോലെയാണെങ്കിൽ നമ്മളവിടെ അനുകൂലമായി നിന്നാൽ ഭഗവാന്റെ സമാനത്വം പോവോ? ചിന്തിക്കണേ ഈ പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ തന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ സമാന സ്വഭാവം നഷ്ടപ്പെടുമോ ഇല്ലയോ? അങ്ങനെ നഷ്ടപ്പെടുത്താൻ പാടുമോ? ഒക്കെ നിങ്ങൾ പറയുകയും ചെയ്യണോ, നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണോ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പം പിന്നെ എന്താ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? പ്രഹ്ലാദൻ നമുക്ക് പഠിപ്പിച്ചു തരും എന്താ പ്രാർത്ഥിക്കേണ്ടത് എന്ന്. വരുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ കാണിച്ചു കൂട്ടുന്നതല്ല ശരിക്കുള്ള ഭക്തി. അതിവിടെ ഭാഗവതത്തിൽ ഓരോ വരികളിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. കാരണം ഭഗവാൻ എല്ലാവർക്കും ഒരുപോലെയാണെങ്കിൽ ഒരാളോട് പ്രിയത്വവുമില്ല, ഒരാളോട് വിദ്വേഷവുമില്ല, ഭഗവാന് അകൽച്ചയുമില്ല എന്നർത്ഥം. അപ്പം എന്നോട് പ്രിയം കാണിക്കണം എന്ന് പറഞ്ഞാൽ ഭഗവാൻ പ്രിയം കാണിക്കാനും പോകുന്നില്ല. ഇനി ഒരാളോട് ഭഗവാന് തോന്നാണ് വിദ്വേഷം, എന്നോട് ഭഗവാന് വിദ്വേഷം ഉണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഭഗവാൻ അയാളോട് വിദ്വേഷവുമില്ല. ഇതാണ് ഭഗവാന്റെ സ്വഭാവം. അപ്രകാരമുള്ള ഭഗവാൻ, ഒരിക്കലും സ്വഭാവം ത്യജിക്കാത്ത ഭഗവാൻ സ്വഭാവം ത്യജിച്ചവനായി ആർക്ക് തോന്നി? ഹിരണ്യകശിപുന്. അത് അവിവേകികൾക്കേ തോന്നുള്ളൂ. ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് പ്രിയം കാണിക്കുമെന്നും എന്നോട് അപ്രിയം കാണിക്കുന്നുണ്ട് എന്നും അവിവേകികൾക്കേ തോന്നുള്ളൂ. അപ്പൊ ഈ പ്രാർത്ഥിക്കുന്നതൊക്കെ ആരാണ്? ഇത് പറയാനാ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ടുവന്നത്. എന്നോട് പ്രിയം കാണിക്കണമെന്നും എന്നോടിപ്പം അപ്രിയം കാണിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്നത് അവിവേകികളാണ്. അവരാണ് ഹിരണ്യകശിപുമാർ. അപ്പം അമ്പലങ്ങളിലൊക്കെ കൂടുതലും പോകുന്നത് കുറേ ഹിരണ്യകശിപുമാരാണ്. മാറ്റിയെടുക്കണം. നമുക്ക് പ്രഹ്ലാദൻ്റെ ഭക്തിയൊക്കെ മനസ്സിലായല്ലോ, നമ്മളെയൊക്കെ ഉയർത്തിയെടുക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് ഭാഗവതത്തിൽ ഓരോ വരികളും നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാലല്ലോ നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ ഏതോ കാലഘട്ടത്തിലെ കഥകളൊന്നും അല്ല പറയുന്നത്. നമ്മളൊരു ഹിരണ്യകശിപുവായി തീരരുത്. നമ്മൾ ഓരോരുത്തരും പ്രഹ്ലാദനായി തീരണം. അപ്രകാരമുള്ളൊരു വ്യക്തിത്വം വാർത്തെടുക്കാനും വികസിപ്പിച്ചെടുക്കാനും നമ്മളിൽ ഓരോരുത്തരിലും കഴിവുണ്ട്, ശക്തിയുണ്ട്. അതൊന്നും അങ്ങ് പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് മാത്രം. ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കല്ലിൽ, ഒരു ശിലയിൽ, കല്ലിൽ ഒരു നല്ലൊരു ഉത്കൃഷ്ട രൂപത്തെ ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യത അതിനകത്തുണ്ട്. ഒരിക്കൽ കുറേ കുട്ടികൾ ഇങ്ങനെ വിദ്യാലയത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു ശില്പി കല്ലിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളിങ്ങനെ ജിജ്ഞാസയോടുകൂടി ചോദിച്ചു, എന്താ അവിടുന്ന് ഉണ്ടാക്കുന്നത് എന്ന്. അപ്പോൾ മുഖം കണ്ടപ്പോൾ ചിലർക്ക് മനസ്സിലാവേണ്ട ഒരു കൃഷ്ണൻ്റെ വിഗ്രഹമാണെന്ന്. ഓ, കൃഷ്ണ വിഗ്രഹമാണോ ഉണ്ടാക്കുന്നത് എന്ന് ഒരു കുട്ടി. അപ്പോൾ വേറൊരു ഏത് കൃഷ്ണൻ്റെ വിഗ്രഹം ഉണ്ടാക്കുന്നത്, എങ്ങനെയുള്ള കൃഷ്ണനാണ് എന്നിങ്ങനെ ജിജ്ഞാസയോടുകൂടി ചോദിച്ചപ്പോൾ ആ ശില്പി പറഞ്ഞ ഉത്തരം എന്താണെന്നറിയോ? എൻ്റെ കുട്ടികളെ, ഈ കല്ലിൽ ഒരു സുന്ദര രൂപം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഞാൻ അതിനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആ രൂപത്തെ മറയ്ക്കുന്ന ഭാഗങ്ങളെയൊക്കെ ചെത്തിക്കളയുകയാണ്. അതിനെ മറയ്ക്കുന്ന ചില ഭാഗങ്ങളുണ്ട്, അതങ്ങോട്ട് ചെത്തിക്കളഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു ഉഗ്രരൂപം, ഒരു മനോഹര രൂപം പുറത്തേക്ക് പ്രകടമായിത്തീരും. ഇതുപോലെ നമ്മളിലൊക്കെ ഒരു പ്രഹ്ലാദനുണ്ട്. പക്ഷെ ആ പ്രഹ്ലാദനെ പുറത്തു കൊണ്ടുവരണമെങ്കിലോ ഹിരണ്യകശിപുവിനെ കുറേ ഹിരണ്യകശിപുമാർ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. അതൊക്കെ ഒന്നൊന്ന് ചെത്തിക്കളഞ്ഞു കഴിഞ്ഞാൽ
നമ്മളിൽ നിന്നും ആര് പുറത്തു വരും? പ്രഹ്ലാദൻ പുറത്തു വരും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം ഹിരണ്യകശിപുവും നമ്മുടെ ഉള്ളിലുണ്ട്, പ്രഹ്ലാദനെ നിങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അത് പുറത്തു വന്നോളും. ഒറ്റ വഴി എന്താണ്? ഇതിങ്ങനെ ചെത്തി ക്രമേണ ഒരു ദിവസം നമ്മുടെ ഉള്ളിൽ നിന്നും നല്ലൊരു പ്രഹ്ലാദൻ പുറത്തേക്ക് വരും. അതുകൊണ്ട് സമാന ബുദ്ധിയില്ലാത്ത ഭഗവാൻ മച്ചൂല ഭിന്നഗ്രീവസ്യ ഭൂരിണ രുതിരേണ വൈ രുതിരപ്രിയം ദർപ്പയിഷേ ഭ്രാതരം മേ ഗതവ്യത. എൻ്റെ സഹോദരനെ വധിച്ച് ഇന്ദ്രന് പ്രിയം കാണിച്ച ഭഗവാനെ, വരാഹരൂപത്തിൽ വന്ന് പോയ ഹരിയെ ഉണ്ടല്ലോ, ഞാൻ ശൂലം കൊണ്ട് കുത്തിപ്പിളർന്ന് കീറിപ്പൊളിച്ച് തർപ്പയിഷേ രുതിരം, രക്തം കൊണ്ട് ഞാൻ അവരെ തർപ്പണം ചെയ്ത് സന്തോഷിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തസ്മിൻ കോടേഹിതേ നഷ്ടേ കൃത്തമൂലേ വനസ്പദോ വിടബാ ഇവ ശുഷ്യന്തി വിഷ്ണുപ്രാണാദിവൗകസാം. ഒരു വൃക്ഷത്തിൻ്റെ വേര് നശിപ്പിച്ചാൽ ആ വൃക്ഷം നശിക്കും. ഇതുപോലെ ഈ ദേവന്മാരെയൊക്കെ നശിപ്പിക്കാനുള്ള വഴി എന്ത് മാത്രമാണ്? ഇതിൻ്റെയൊക്കെ കൂടസ്ഥനായി നിൽക്കുന്ന വിഷ്ണുവിനെ അങ്ങോട്ട് നശിപ്പിച്ച് കളയുക. അത് തന്നെയാണ് വഴി. അതുകൊണ്ട് നോക്കൂ, എത്രയെത്ര ദ്വിജാഘാവോ വേദാ വർണ്ണാശ്രമാക്രിയ തം തം ജനപദം യാത സന്ദീപയത വിശ്യത. എവിടെയൊക്കെ ബ്രാഹ്മണര്, എവിടെയൊക്കെ പശുക്കള്, എവിടെയൊക്കെ വേദങ്ങള്, എവിടെയൊക്കെ വർണ്ണാശ്രമ ധർമ്മമനുസരിച്ച് ആളുകൾ ജീവിക്കുന്നു, അതായത് നല്ല സംസ്കാരത്തിൽ ജീവിക്കുന്നു, അവരെയൊക്കെ പോയിട്ട് സന്ദീപേത തകർത്ത് തരിപ്പണമാക്കി നിങ്ങൾ വിഷ്ണുവിനെ പുറത്ത് ചാടിക്കണമെന്ന്. ഇത് പുകയിട്ടിട്ട് വിഷ്ണുവിനെ ചാടിക്കുന്നത് പോലെയാണ്. അപ്രകാരം നിങ്ങൾ വിഷ്ണുവിനെ പുറത്ത് കാണിച്ചു തന്നാൽ പിന്നെ ഞാൻ കൊന്നുകൊള്ളാമെന്ന് ഇപ്രകാരം പറഞ്ഞ് പുരഗ്രാമവജോദ്യാന ക്ഷേത്രമാരാശ്രമാകരൻ ഘേടവർവടഘോഷാംശ്ച ദദഹു പത്തനാനിചാം. ഇപ്രകാരം ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് അവർ വിഷ്ണുവിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ഭാരതത്തിലുള്ള നല്ല സംസ്കാരത്തെ അവർ നശിപ്പിക്കാൻ തുടങ്ങി. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ, വിവേകത്തിൻ്റെ സംസ്കാരം നശിപ്പിച്ച് അവിവേകത്തിൻ്റെ സംസ്കാരം പ്രചരിപ്പിച്ചതുകൊണ്ടായിരിക്കാം ഈ ഭാരതത്തിൽ വിവേക സംസ്കാരം താഴോട്ട് പോയത്. അതുണ്ട്, പക്ഷേ പരിപൂർണമായി നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല അവർക്ക്. ഇല്ലേ, നോക്കൂ നിങ്ങൾ, ഭാരതത്തിൻ്റെ ഒരു അവസ്ഥ. മുഗളന്മാർ വന്നു, ബ്രിട്ടീഷുകാർ വന്നു, പലരും രാജാക്കന്മാർ വന്നു, ബുദ്ധമതം വന്നു, ജൈനമതം വന്നു, പലരും വന്നിട്ടും നമ്മുടെ സംസ്കാരത്തെ പരിപൂർണമായി നശിപ്പിക്കാൻ സാധിച്ചില്ല. അപ്പോഴും പ്രഹ്ലാദനുണ്ട്. പക്ഷെ അതിൻ്റെ മുകളിൽ ആര് നിൽക്കുന്നു? ഹിരണ്യകശിപുമാർ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. പായൽ മൂടിക്കിടക്കുന്ന ഒരു കുളം പോലെ. വെള്ളമുണ്ട്, പക്ഷെ അതിന് മുകളിൽ പായലാണ്. ഇപ്രകാരമുള്ള ആ സംസ്കാരത്തെ ഇനിയും പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഹിരണ്യകശിപുവിൽ നിന്നും പ്രഹ്ലാദനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭാഗവതത്തിൻ്റെ ആ മഹത്വം ഇവിടെ പറഞ്ഞു. ഇനി ഹിരണ്യകശിപു എന്ത് ചെയ്തു അത്രേ? അവൻ്റെ ഉള്ളിലും ഈ സംസ്കാരമുണ്ട് നമുക്ക് കാണിച്ചു തരികയാണ് ഭാഗവതം. ആ ഹിരണ്യകശിപു ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഇതേ നശിപ്പിച്ചു കൊള്ളണം, ചുട്ടുപൊടിച്ചു കൊള്ളണമെന്ന്. എന്നിട്ട് കൊട്ടാരത്തിൽ ചെന്നപ്പോഴോ കാണുന്ന കാഴ്ച വളരെ രസകരമാണ്. അതെന്താണത്? തൻ്റെ അമ്മ, അതുപോലെ ഹിരണ്യാക്ഷൻ്റെ ഭാര്യ, പുത്രന്മാർ, ഇവരെല്ലാം ഹിരണ്യാക്ഷൻ്റെ മരണത്തിൽ ദുഃഖിച്ച് തളരുന്ന രംഗമാണ് കാണുന്നത്. അവിടെ ചെന്ന് അമ്മയുടെ തലയെടുത്ത് തൻ്റെ മടിയിൽ വെച്ച് അമ്മയെ ആശ്വസിപ്പിക്കുന്ന ഒരു ഹിരണ്യാക്ഷൻ്റെ ചിത്രം കാണിച്ചു തരികയാണ്. ഹംബാംബേഹേ വധുപുത്രാവീരം മാർഹതശോചിതം രിപോരഭിമുഖേ ശ്ലാഘ്യ ശൂരാണം വദൈപ്സിത. അമ്മേ, ഏ വധു, ഏ പുത്ര, നിങ്ങളൊന്നും കരയരുത്, ദുഃഖിക്കരുത്, തളരരുത്. കാരണം ഒരു ക്ഷത്രിയ സംസ്കാരമുള്ളവരാണ് അസുരന്മാർ. എന്താ ക്ഷത്രിയ സംസ്കാരം? രിപോർ അഭിമുഖേ, രിപുവിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് യുദ്ധം ചെയ്ത് മരിക്കുന്നത് അത് ധീരതയാണ്. അതവർക്ക് സ്വർഗം കിട്ടുന്നതാണ്. ഭീരുവായി പോയിട്ടല്ല മരിച്ചിരിക്കുന്നത്, ധീരനായി മരിച്ചിരിക്കുകയാണ്. പണ്ട് കാലത്ത് അങ്ങനെയാണ് ക്ഷത്രിയ സംസ്കാരം. യുദ്ധക്കളത്തിലേക്ക് പോകുന്ന സമയത്ത് അമ്മ കുങ്കുമം നെറ്റിയിൽ തൊട്ടുകൊണ്ട് പറയും, ധീര മൃത്യുഭവിക്കണം, വിജയീഭവ എന്നാദ്യം പറയും. വിജയം കൈവരിക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ വെച്ച് ധീരനായി മരിക്കണം, ഒരിക്കലും പിന്തിരിഞ്ഞോടി വരരുത് എന്ന്. ഇപ്രകാരം നമ്മുടെ സഹോദരനുണ്ടല്ലോ, പുത്രനുണ്ടല്ലോ, ധീരനായിട്ട് മരിച്ചിരിക്കുകയാണ്. ഭൂതാനാമിഹ സംവാസ പ്രഭായാമി വസുബ്രതേ ദേവേനൈകത്ര നീദാനം ഉന്നീദാനം സ്വകർമ്മഭി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തത്വോപദേശം ചെയ്യാണ്. ഭൂതാനം സംവാസ പ്രഭായം. ഇവിടെ ഭൂതങ്ങളെല്ലാം ഒത്തൊരുമിക്കുക, എല്ലാവരും വേർപിരിയുക, നിലനിൽക്കുക, വേർപിരിയുക. ഇതെല്ലാം ദേവേനത്രേന, കാലം നിയോഗിച്ചിരിക്കുന്ന പോലെ സംഭവിക്കും. ഇതിനെ മാറ്റാൻ ഒരാൾക്കും സാധ്യമല്ല. അപ്പൊ ഹിരണ്യകശിപു ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആരെ?
ആരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? കാലമെന്ന് പറയുന്ന ഒരു ശക്തിയാണ് എല്ലാവരെയും കൂട്ടിച്ചേർത്ത്, എല്ലാവരെയും നിലനിർത്തി, എല്ലാവരെയും വേർപിരിക്കുന്നത് എന്ന്. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ കാലം കൂട്ടിച്ചേർത്തി നിലനിർത്തി വേർപിരിക്കുമ്പോൾ കാലത്തിന് ഇതൊക്കെ ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? വളരെ ശ്രദ്ധിക്കുക ഞാൻ പറയുന്നതൊക്കെ. നിങ്ങളുടെ ശരീരം, ഈ ശരീരത്തിലേക്ക് വായു അകത്ത് വരണു, പുറത്തു പോകണു, കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കല്ലേ? ഈ ശരീരത്തിൽ ഇപ്പോൾ മനസ്സ് നിൽക്കുന്നു, അത് പ്രവർത്തിക്കുന്നു, ചിന്തിക്കുന്നു. മനസ്സിനെ ഇതിൽ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുകയാണോ? ആണോ അല്ലയോ? വിട്ടുപോയിക്കൂടെ ഇതൊക്കെ? പ്രാണവായു വിട്ടുപോവാം, മനസ്സ് വിട്ടുപോവാം. ആര് കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കണോ? നമ്മുടെ കഴിവാണോ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നത്? അല്ല. ആരാണത്? നിത്യ ആത്മാ അവ്യയ ശുദ്ധ സർവക സർവവിൽപര ദത്തേസോ ആത്മനോലിംഗം മായയാ വിസൃജൻ ഗുണൻ. നിത്യ ആത്മാ അവ്യയ ശുദ്ധ സർവക സർവവിത്പര. ആരാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്? ഇതിനെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് മറ്റാരുമല്ല. ആര് തന്നെയാണത്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന നിത്യനായിരിക്കുന്ന ഒരാളാണ്. നിത്യം എന്ന് പറഞ്ഞാൽ എന്നും എപ്പോഴും കൂടെയുള്ളത്, എന്നും എപ്പോഴും നിലനിൽക്കുന്നത്, ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കാത്തത്. അതിനെ ആത്മാ എന്ന് പറയുന്നു. അപ്പം ആത്മാവ് എന്ന് പറഞ്ഞാലല്ലോ നമ്മൾ പറയുമ്പോൾ, ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ ഈ ഇവിടത്തേക്ക് ഓരോ ശബ്ദങ്ങളുടെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് പറയണം. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാ ആത്മാവ് പോയി എന്നാണ്. ആത്മാവ് പോയിട്ടുണ്ടെങ്കിൽ അത് നിത്യമാവോ? അപ്പം നിത്യമായതൊരിക്കലും എങ്ങോട്ടും പോകുന്നില്ല. അപ്പം ആത്മാവല്ല പോകുന്നതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് തന്നെയാണ് പോകുന്നത്. ആത്മാവ് അതിൻ്റെ സൂക്ഷ്മതയിൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു പറയാണ്. ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശത്തിനൊരു മാറ്റവുമില്ല. ഉണ്ടോ? ആകാശത്തിൽ ഇരുട്ടുമില്ല, ആകാശത്തിൽ പ്രകാശവുമില്ല. ഉണ്ടോ? ആകാശം എപ്പോഴും ഒരുപോലെ തന്നെയാണ്. ഭൂമിക്കാണ് തിരിച്ചിലും മറയലൊക്കെ ഉള്ളത്. ഇതുപോലെ നമ്മുടെ മനസ്സാണ് ഉണരുന്നതും ഉണർന്ന് പ്രവർത്തിക്കുന്നതും ഉറങ്ങുന്നതും. ഇതൊന്നും ആർക്ക് ബാധകമല്ല? ആത്മാവിന് ബാധകമല്ല. നിങ്ങൾ ഉണരുന്ന സമയത്ത് ആത്മാവ് ഉണരുന്നില്ല, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം ഉണരുന്നില്ല. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം ഉറങ്ങുന്നില്ല. നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ അപ്പോഴും പോകുന്നില്ല. നിങ്ങൾ സ്വപ്നം കാണുന്ന സമയത്ത് എവിടേക്കോ ചുറ്റി കറങ്ങി വരുന്നുണ്ട്. ചൈതന്യം പുറത്തു പോകുന്നുണ്ടോ? എങ്ങോട്ടും പോകുന്നില്ല. പിന്നെ ആരാ പുറത്തു പോയത്? നിങ്ങളുടെ മനസ്സിൽ എവിടെ വേണമെങ്കിൽ പുറത്തു പോയിക്കൂടെ? ഇത് തന്നെ നല്ലൊരു ഉദാഹരണമല്ലേ? അപ്പോൾ കറങ്ങുന്നതും പോകുന്നതും എല്ലാം ആര് തന്നെയാണ്? മനസ്സ് തന്നെയാണ്. അപ്പം നിത്യ ആത്മാ അവ്യയ ശുദ്ധ സർവക സർവവിത്പര, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവനാണ്. അതുകൊണ്ടാണ് പോകാൻ പറ്റാത്തത്. പൂർണ്ണനാണ്. ദത്തേസോ ആത്മനോലിംഗം മായയാ വിസൃജൻ ഗണൻ. അങ്ങനെയുള്ള ഭഗവാന് ഏതിനോട് ചേർന്ന് നിൽക്കാൻ പറ്റും? മായയോട് ചേർന്ന്, മനസ്സിനോട് ചേർന്ന് ശരീരങ്ങളെ എടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ വ്യക്തിത്വം ഇതൊക്കെ എത്ര ഗംഭീരമാണ്! ഇതൊക്കെ ഇതിലപ്പുറമൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരിക? ഏതുപോലെയാണത്? ഒരു ഇരുമ്പിനെ അതിൽ മാഗ്നറ്റിസം കൊടുത്തു കഴിഞ്ഞാൽ, കാന്തിക ശക്തി കൊടുത്തു കഴിഞ്ഞാൽ അത് കാന്തമായി. അത് നേരത്തെ എന്ത് മാത്രമായിരുന്നു? ഇരുമ്പ് മാത്രമായിരുന്നു. അത് കാന്തമാവുന്നതോടുകൂടി, അതിൽ മാഗ്നറ്റിസം എന്ന പവർ വരുന്നതോടുകൂടി ഇനി ആ ഇരുമ്പിന് വേറൊരു ഇരുമ്പിനെ ആകർഷിക്കാൻ സാധിക്കും. ഇതുപോലെയാണ് നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മനസ്സ് ഒരു മാഗ്നറ്റാണെന്ന് പറയാണ്. ഒരു മാഗ്നറ്റാണ്. അതിലേക്ക് ഏത് ശക്തി പ്രവേശിച്ചിരിക്കുന്നു? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാകുന്ന മാഗ്നറ്റിസം അതിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതിലേക്ക് ആ മാഗ്നറ്റിക് പവർ വന്നതോടുകൂടി അത് മാഗ്നറ്റായപ്പോൾ അത് ഇരുമ്പിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഏതിരുമ്പിനെ? പിടിച്ചില്ല നിങ്ങൾ? വളരെ ശ്രദ്ധിക്കും ഞാൻ പറയുന്നത്. ഒരു ഇരുമ്പ് കഷ്ണത്തിൽ അതിലേക്ക് മാഗ്നറ്റിക് പവർ, അതിനെ മാഗ്നറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ, എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് മാഗ്നറ്റിസം വന്നു കഴിഞ്ഞാൽ മാഗ്നറ്റായി, കാന്തമായി. ഇരുമ്പ് കാന്തമായി. കാന്തമായിരിക്കുന്ന ഇരുമ്പിൻ്റെ അടുത്ത് മറ്റൊരു ഇരുമ്പ് കൊണ്ടുവച്ചാൽ അത് അട്രാക്ട് ചെയ്ത് പിടിക്കും. ഒട്ടിപ്പിടിച്ചാലും വാസ്തവത്തിൽ അവിടെ ബന്ധമില്ല, എപ്പോൾ വേണമെങ്കിലും വിച്ഛേദിക്കാം. ഇതുപോലെ നമ്മുടെ മനസ്സാകുന്ന ഇരുമ്പിലേക്ക് ഭഗവാനാകുന്ന ചൈതന്യമാകുന്ന മാഗ്നറ്റിസം പ്രവേശിച്ചാൽ അതൊരു മാഗ്നറ്റായി. അങ്ങനെ മാഗ്നറ്റായിരിക്കുന്ന മനസ്സ് എടുത്തു പിടിച്ചിരിക്കുന്ന മറ്റൊരു ഇരുമ്പ് കഷ്ണമാണ് ശരീരം എന്ന് പറയുകയാണ്. അപ്പം ശരീരം എന്ന് പറയുന്നത് മാഗ്നറ്റിനോട് ഒട്ടിക്കിടക്കുന്ന, മനസ്സാകുന്ന മാഗ്നറ്റിനോട് ഒട്ടിക്കിടക്കുന്ന ഒരു ഇരുമ്പ് കഷ്ണം. എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം?
ബന്ധം വേർപ്പെടുത്താം. അതുപോലെ എപ്പോൾ വേണമെങ്കിലും മനസ്സിൽ നിന്ന് ചൈതന്യം മാറി നിൽക്കാം. ഇവിടെ ചൈതന്യം മാറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് ചൈതന്യത്തിൽ നിന്നും അകന്ന് നിൽക്കാൻ സാധിക്കും. വേണമെങ്കിൽ ചൈതന്യത്തോട് ചേർന്ന് നിൽക്കാം, വേണമെങ്കിൽ ചൈതന്യത്തിൽ നിന്നും അകന്ന് നിൽക്കാം. ആർക്ക്? മനസ്സിന് അതിനൊക്കെയുള്ള ശക്തിയുണ്ട് എന്ന് പറയാണ്. അപ്പം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പൊട്ടൻഷ്യൽ പവറാണ്. അതിനെ ക്രിയേറ്റീവ് പവറാക്കുന്നത് മൈൻഡാണ്. ഇതുപോലെ നമ്മൾ പെട്രോൾ നിറച്ചു കാറിലെന്ന് വിചാരിക്കുക, അതൊരു പൊട്ടൻഷ്യൽ പവറാണ്. അതിനെ ക്രിയേറ്റീവ് പവറാക്കുന്നത്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയെ അതിനെ ക്രിയേറ്റീവ് എനർജിയാക്കി മാറ്റുന്നത് എൻജിനാണ്. ആ എൻജിനോട് ഘടിപ്പിച്ചിരിക്കുന്നു കാറിൻ്റെ ബോഡി, ശരീരം. അപ്പം കാറിൻ്റെ ശരീരത്തെ മുന്നോട്ട് നയിക്കുന്നതെല്ലാം കാറിൻ്റെ എൻജിനാണ്. ആ എൻജിന് മുന്നോട്ട് നയിക്കണമെങ്കിൽ അതിന് പവർ കൊടുക്കാൻ ആര് വേണം? പെട്രോൾ വേണം. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ നമ്മുടെ ശരീരം കാറിൻ്റെ ബോഡിയാണ്. അതിനെ പ്രവർത്തിപ്പിക്കുന്ന മോട്ടറാണ്, എൻജിനാണ്. ഏത്? മനസ്സ്. മനസ്സിന് പ്രവർത്തിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എനർജി കൊടുക്കുന്നത് ചൈതന്യമാണ്. ക്ലിയർ ആവുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നിനോട് വാസ്തവത്തിൽ ബന്ധമില്ല എന്ന് പറയുകയാണ്. ഈ ശരീരത്തിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും മനസ്സിന് വിട്ടു നിൽക്കാം, മനസ്സിന് എപ്പോൾ വേണമെങ്കിലും ഭഗവാനിൽ നിന്നും അകന്നു നിൽക്കാൻ സാധിക്കും. പക്ഷെ മനസ്സിനൊരു പ്രത്യേകത ഉണ്ട്. മനസ്സും ഈ എൻജിനൊക്കെയുള്ള കഥ പറഞ്ഞ പോലെ അല്ല ഇത് മനസ്സിൻ്റെ കാര്യം. അതിന് അകന്നു നിൽക്കാനും ഭഗവാനിൽ നിന്ന് പരിപൂർണമായി വിട്ടു നിൽക്കാൻ ആർക്ക് സാധ്യമല്ല? മനസ്സിന് സാധ്യമല്ല. കാരണം മനസ്സെന്ന് പറയുന്നത് വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്. ദൂരേക്ക് അകന്നു നിന്നാലും വീണ്ടും വീണ്ടും അടുത്തേക്ക് വന്ന് അതിലേക്ക് ചേരാൻ സാധിക്കുന്ന ഇപ്രകാരമുള്ള ഭഗവാനായിരിക്കുന്ന ചൈതന്യം, അതിൽ നിന്നാണ് അമ്മ ഇതൊക്കെ വന്നിരിക്കുന്നത്. ഒരു ഉദാഹരണം കൂടി പറയാണ്. യത് അംബസ പ്രചലത തരവോപിച്ചലായിവ ചക്ഷുഷ ഭ്രാമ്യമാണേന ദൃശ്യതേ ചലതീവ ഭൂ. യത് അംബസ പ്രചലത തരവോപി. കുളം, ഒരു കുളത്തിൻ്റെ കരയിൽ ചെടികൾ വെച്ചിട്ടുണ്ട്. അതിൽ കുളത്തിലെ വെള്ളം ചലിക്കുമ്പോൾ അതിലേക്ക് നിഴലിക്കുന്ന ചെടികളെല്ലാം ഇളകുന്നതായിട്ട് കാണാം. വാസ്തവത്തിൽ ചെടികൾ ഇളകുന്നില്ല. ഉണ്ടോ? ഇവിടെ ഇളകുന്നത് വെള്ളം മാത്രമാണ്. അതിൽ പ്രതിഫലിച്ച ചെടികളുടെ എല്ലാം നിഴലുകളും. ഇനി മറ്റൊരു ഉദാഹരണം പറയുകയാണ്. ചക്ഷുഷാഭ്രാമ്യമാണേന. നിങ്ങളിങ്ങനെ കറങ്ങി വെറുതെ കുട്ടികളാകുമ്പോൾ ചുറ്റി കളിക്കുമല്ലോ. അങ്ങനെ ചുറ്റി കുറച്ച് കഴിഞ്ഞാൽ തല കറങ്ങാൻ തുടങ്ങും. ആ തല കറങ്ങുന്ന സമയത്ത് ഒരു നിമിഷം നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം കറങ്ങുന്നത് പോലെ തോന്നും. വാസ്തവത്തിൽ പുറമേ ഉള്ളത് കറങ്ങുന്നുണ്ടോ? കറങ്ങുന്നതൊക്കെ ഉള്ളിൽ തന്നെയാണെന്ന് പറയുകയാണ്. ഇതുപോലെ നമ്മുടെ മനസ്സ് ചലിക്കുന്ന സമയത്ത് ആ ചലനങ്ങളൊക്കെ ആർക്കുള്ളതുപോലെ തോന്നും? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിനും ഉള്ളതുപോലെ തോന്നും. ഇത് ആത്മീയതയുടെ വലിയൊരു അറിവാണിത്. നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ ഇത് മാത്രമാണ് വഴി. മനസ്സിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിന് ബാധകമല്ല. എന്തുകൊണ്ട് ബാധകമല്ല? മനസ്സെന്ന് പറയുന്നത് പരിമിതമാണ്. ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം എന്ന് പറയുന്നത് സർവത്ര നിറഞ്ഞിരിക്കുന്നതാണ്. വലുതിനെ ചലിപ്പിക്കാൻ ഏതിന് സാധ്യമല്ല? ചെറുതിന് സാധ്യമല്ല. പറ്റുമോ? അപ്പം നമ്മൾ ഒരിക്കലും തിരിച്ചറിയുന്നില്ല. നമ്മുടെ ചെറിയ മനസ്സ് കരുതുന്നത് നമ്മുടെ മനസ്സിന് അസ്വാസ്ഥ്യം വന്നാൽ നമ്മുടെ വ്യക്തിത്വത്തെ മുഴുവൻ അത് ബാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ മകൻ മരിച്ചു എന്ന് പറയുമ്പം 2 കയറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ തൂങ്ങി മരിക്കുന്നത് ആളുകൾ. അതൊക്കെ എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ആശ്രയം നഷ്ടപ്പെട്ടു, എൻ്റെ സുഖം നഷ്ടപ്പെട്ടു എന്ന് കരുതുമ്പോൾ എൻ്റെ ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടതുപോലെ തോന്നുകയാണ്. അവർ തിരിച്ചറിയുന്നില്ല പ്രശ്നം ഇവിടം കൊണ്ട് തീരുന്നില്ല എന്ന്. നമ്മുടെ മനസ്സ് നമ്മൾ എത്രത്തോളം താഴ്ത്തിയോ വീണ്ടും താഴ്ന്ന മനസ്സിലൂടെ വരണം. വീണ്ടും ഈ ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടതുണ്ട്. ആത്മഹനോ ജന, ആത്മഹനങ്ങളാണ് അവരൊക്കെ. അപ്പം അതുകൊണ്ട് ഇതൊന്നൊരു പരിഹാരമല്ല. നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങളും വൈഷമ്യങ്ങളും ഒക്കെ വന്നാലും ജീവിതം ഉപേക്ഷിക്കുക എന്നുള്ളൊരു പരിഹാരമല്ല, ഒളിച്ചോടുക എന്നുള്ളത് പരിഹാരമല്ല. പരിഹാരം എന്ന് പറയുന്നത് എന്താണ്? ഈ മനസ്സ് ചലിച്ചാലും ഇതിലെന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അതിനെ നിലനിർത്തുന്ന ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ ഇതൊന്നും ബാധകമല്ല. ഇനിയും എനിക്ക് അതിലേക്ക് ഉയർത്താൻ സാധിച്ചാൽ എൻ്റെ മനസ്സിനെ വേണമെങ്കിൽ ധൈര്യത്തിലും ശക്തിയിലും നിലനിർത്താൻ എനിക്ക് സാധിക്കും. അപ്പം താഴ്ത്തുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഉയർത്തിക്കൊണ്ടിരിക്കണം. ഇതൊക്കെ ആർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്? ആരാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്?
ഹിരണ്യകശുവിൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണ കാര്യമാണ് പറഞ്ഞു കൊടുക്കണത്. ഒരസുരനാ പറഞ്ഞു കൊടുക്കണത്. ഈ ഭാഗം പറയുമ്പോഴല്ലോ എനിക്ക് ഓർമ്മ വരുന്നത് രാവണൻ മണ്ഡോദരിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. ഇതുപോലെ രാമായണത്തിൽ അവിടെ സന്ദർഭം വരുന്നത് രാവണൻ്റെ മക്കളൊക്കെ മരിച്ചു, രാവണൻ ഒറ്റപ്പെട്ടു, കുംഭകർണൻ മരിച്ചു, അതികായം മരിച്ചു, അതുപോലെ തന്നെ മേഘനാഥനൊക്കെ മരിച്ചതിന് ശേഷം ആകെ തളർന്ന് തരിപ്പണമായി രാവണൻ്റെ മനസ്സ്. അദ്ദേഹം ഗുരുവായ ശുക്രാചാര്യ അടുത്തേക്ക് പോവാണ്. അവിടെ ചെന്ന് രാമായണത്തിലെ ആ യുദ്ധകാണ്ഡത്തിൽ ഈ വരികൾ വരും. ശുക്രനിച്ചെന്നു നമസ്കരിച്ചെത്രയും ശുഷ്കവദനായി നിന്നു ചൊല്ലിടിനാൻ. വളരെ വേദനിക്കുന്ന മനസ്സുമായിട്ട് തൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് എന്നിട്ട് പറയാണ്, ഒക്കെ ഒരുമിച്ചു വാരിതിയും കടന്നിക്കര വന്നു ലങ്കാപുരം പ്രാപിച്ചു രാമനും ഒക്കെ ഒടുക്കി ഞാൻ ഏകാകിയായതു. എൻ്റെ മക്കൾ നശിച്ചു, അങ്ങേക്കറിയുന്നതാണിതൊക്കെ, എല്ലാം നഷ്ടപ്പെട്ടു, ഏകാകിയായതു, ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്, അങ്ങ് വഴി പറഞ്ഞു തരൂ. അപ്പോൾ പറഞ്ഞു, ദേവതകളെ പ്രീതിപ്പെടുത്തിക്കോളൂ. മന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നിട്ട് രഹസ്യ അറയിൽ ചെന്നിട്ട് ഹോമം തുടങ്ങുകയാണ്. ഹോമം തുടങ്ങുന്ന സമയത്ത് പുക കണ്ടപ്പോഴാണ് വിഭീഷണൻ പറയുന്നത്, ഹോമം തുടങ്ങി ദശാനനൻ. രാമ കാത്തിരിക്കരുത്, ദശാനനൻ ഹോമം തുടങ്ങി, ദിവ്യ ആയുധങ്ങൾ വന്നാൽ പിന്നെ തോൽപ്പിക്കാൻ പ്രയാസമാണ്, എത്രയും വേഗം ഹോമം മുടക്കണമെന്ന്. ഇത് കേൾക്കാൻ കാത്തിരിക്കുകയാണ് വാലുള്ള ടീം. നശിപ്പിക്കാൻ അവരെ പോലെ എക്സ്പേർട്ടുകൾ വേറെ ഇല്ലല്ലോ. അതല്ലേ രാമൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ടീമിനെയൊക്കെ കൊണ്ടുപോയി അവരപ്പോഴേക്കും ചാടി മറഞ്ഞ് ഗുഹയിലെത്തി. രാവണൻ്റെ